ഹലോ, ആഷിഷ് ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന വിഷയം കേരളത്തിൽ നമ്മുടെ ഗതാഗത വകുപ്പ് ഡെലിവറി ബോയ്സിനെ എതിരെ അവർ സ്പീഡിൽ പോകുന്നു അതിനെതിരെ ഡെലിവറി കമ്പനികൾക്ക് സ്വിഗ്ഗി, സൊമാറ്റോ പല കമ്പനികൾക്ക് നോട്ടീസ് നൽകാൻ അതിന് ഉത്തരം നൽകാൻ വേണ്ടി ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിപ്പോൾ ആരെയാണ് കുറ്റം പറയാൻ കഴിയുക? കമ്പനി പറയുന്ന 10 മിനിറ്റിനുള്ളിൽ ഡെലിവറി ചെയ്യണം. ഡെലിവറി ചെയ്യുന്ന വ്യക്തി അത് ട്രാഫിക് ബ്ലോക്കും മറ്റ് എല്ലാ സിഗ്നലും കടന്നു വേണം ലക്ഷ്യസ്ഥാനത്ത് പോയി എത്തുവാൻ വേണ്ടി. അപ്പോൾ ആരെയാണ് കുറ്റം പറയാനായിട്ട് കഴിയുക? ഇപ്പോൾ ട്രാഫിക് നിയന്ത്രിക്കുന്നവർ, പോലീസിന് അവരുടെ നിയമം, അവരുടെ ജോലി നിർവഹിക്കേണ്ടതുണ്ട്. ഡെലിവറി ചെയ്യുന്ന കമ്പനി അവർക്ക് കസ്റ്റമറിന് സമയത്തിന് എത്തിക്കാൻ വേണ്ടി നിർദ്ദേശം ഡെലിവറി ചെയ്യുന്ന വോയിസിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തന്നെ ഡെലിവറി ചെയ്യുന്നവർക്ക് ട്രാഫിക് നിയമങ്ങൾ പാലിക്കണം, ഡെലിവറി ചെയ്യുന്ന കമ്പനിയുടെ നിയമങ്ങൾ പാലിക്കണം, കസ്റ്റമറിനെ പ്രസാദിപ്പിക്കണം, കസ്റ്റമറിനെ ഏതായിട്ടുള്ള അത് സമയത്തിന് കൊണ്ടെത്തിക്കണം. അപ്പം അതെല്ലാം ഒരു വ്യക്തിയുടെ മേളിൽ ഇതെല്ലാം പ്രയാസമായിട്ട് വരികയാണ്. അപ്പോൾ അവർക്ക് ഡെലിവറി ബോയ്സിന് അനുകൂലമായ ഒരു നിലപാടാണ് ഇതിൻ്റെ ഗതാഗത വകുപ്പ് എടുക്കേണ്ടതായിട്ടുള്ളത്. അതിന് കമ്പനിയുമായിട്ട് ചർച്ച ചെയ്ത് അതിൻ്റേതായിട്ടുള്ള ഒരു നിയമം പ്രാവർത്തികമാക്കണം. നിയമം ഇത്ര സമയത്തിനുള്ളിൽ എന്ന് പറയുന്നത് ഒരു പരമാവധി ഇത്ര സമയത്തിനുള്ളിൽ ആക്കുവാൻ പറ്റുമെങ്കിൽ ഒരു 5 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്യാനുള്ളവർക്ക് പരമാവധി ഒരു 15 മിനിറ്റിനുള്ളിൽ 20 മിനിറ്റിനുള്ളിൽ കൊണ്ടെത്തിക്കാവുന്ന ഒരു സാഹചര്യം ഒരുക്കുകയാണ് ഇതിൽ ആവശ്യം. 5 കിലോമീറ്ററൊക്കെ ഒരു മിനിറ്റിന് 3 മിനിറ്റിൽ 1 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്യുന്നത് നോർമലാണ്. പക്ഷേ 10 മിനിറ്റിനുള്ളിൽ 5 കിലോമീറ്ററൊക്കെ കൊണ്ട് ചെല്ലുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അത് അവരുടെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്.